മനുഷ്യൻ സൃഷ്ടിച്ച എല്ലാ വിധത്തിലുള്ള അതിർവരമ്പുകൾക്കും അപ്പുറമായിട്ട് ദൈവം സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നു, ഒരുപോലെ കരുതുന്നു, ഒരുപോലെ സംരക്ഷിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വർത്തമാനമാണ് ഈ പകൽക്കാലം ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആ സന്തോഷകരമായ വർത്തമാനത്തിന് വിശുദ്ധ ബൈബിൾ കൊടുത്തിരിക്കുന്ന പേര് സുവിശേഷം എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വചനം ബൈബിൾ പറയുന്നത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, കരുതുന്ന ആ ദൈവിക സത്യമായ ആ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് ബൈബിൾ പറയുന്നത് അതുകൊണ്ടാണ്. എന്താണ് ആ സുവിശേഷം? അതിനും ബൈബിൾ ഒരു നിർവചനം, ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ സുവിശേഷം ദൈവം സകല മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവം സകല മനുഷ്യരെയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്? തന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ്. എങ്ങനെയാണ് ദൈവം സകല മനുഷ്യരെ യേശു ക്രിസ്തുവിൽ കൂടെ സ്നേഹിച്ചത്? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്ന് പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ ആത്മീയവും ഭൗതികവുമായ മരണം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ദൈവം തന്റെ സ്വപുത്രനായ കർത്താവായ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും ആ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് തന്നിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ പാപത്തിന് പരിഹാരം വരുത്തി അവരെ ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യരെ ദൈവത്തോട് നിരപ്പിച്ച് അവരെ നിത്യമരണത്തിൽ നിന്നും നിത്യരാജ്യത്തിന് അവകാശിയായി തീർത്തു. അങ്ങനെ ദൈവം സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു എന്നുള്ള സുവിശേഷമാണ് ഈ പകൽക്കാലം ഞങ്ങൾ തുടർന്നും നിങ്ങളുമായി അല്പസമയത്തേക്ക് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്.